Hello my dear students, welcome to Learner's World. In this video I am going to talk about We Should All Be Feminists by chimamanda Ngozi Adichie Part 2. We Should All Be Feminists. ഈ ഒരു എസ്സേ chimamanda Ngozi Adichieയുടെ പേഴ്സണൽ എക്സ്പീരിയൻസസിലൂടെ എന്താണ് ഫെമിനിസം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ നമുക്ക് നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ ഒരുപാട് ഇൻസിഡൻസ് നമുക്ക് കാണാൻ കഴിയും. അതായത് chimamanda Ngozi Adichieയുടെ ലൈഫിലുണ്ടായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസസ് ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതിലൂടെയൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള എന്താണ് ഫെമിനിസം, എന്താണ് ഫെമിനിസ്റ്റ് എന്നുള്ള ഒരു ടേം ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു എസ്സേയിൽ. Okoloma was one of my greatest childhood friends. He lived on my street and looked after me like a big brother. If I liked a boy, I would ask Okoloma's opinion. അപ്പോൾ ഒക്കലോമ എന്ന് പറയുന്നത് chimamanda Ngozi Adichieയുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അപ്പോൾ അവന് ലിവ് ചെയ്യുന്നത് ഓൺ മൈ സ്ട്രീറ്റ്. chimamandയുടെ ആ ഒരു സ്ട്രീറ്റിൽ തന്നെയാണ് ലിവ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു ബിഗ് ബ്രദറിനെ പോലെയാണ് ഈ ഒരു ഒക്കലോമ ഉള്ളത്. നമ്മളുടെ chimamandയെ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് ഒരു ബിഗ് ബ്രദറിനെ പോലെയാണ് എന്നാണ് പറയുന്നത്. Okoloma was funny and intelligent and wore cowboy boots that were pointy at the tips. അപ്പോൾ ഒക്കോലോമ ഒരു ഫണ്ണി ആൻഡ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ബോയാണ്. അവനൊരു കൗബോയ് ബൂട്ട്സാണ് ധരിക്കുന്നത്. ഈ കൗബോയ് ബൂട്ട്സ് എന്ന് പറഞ്ഞാൽ അതായത് നല്ല ഹൈറ്റൊക്കെ ഉള്ളൊരു ബൂട്ടാണ്. അതിൻ്റെ പോയിൻറ്റി അറ്റ് ദ ടിപ്സ്, അതിൻ്റെ ടിപ്സിലൊരു പോയിൻറ്റി ലുക്കൊക്കെയാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ. In December 2005, in a plane crash in southern Nigeria, Okoloma died. December 2005 ഒരു പ്ലെയിൻ ക്രാഷിൽ നൈജീരിയയിൽ നടന്നിട്ടുള്ള ഒരു പ്ലെയിൻ ക്രാഷിൽ 2005 നമ്മളുടെ ഒക്കലോമ മരണപ്പെട്ടു. ഇറ്റ് ഈസ് സ്റ്റിൽ ഹാർഡ് ഫോർ മീ ടു പുട്ട് ഇൻ ടു വേർഡ്സ് ഹൗ ഐ ഫെൽറ്റ്. അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഹാർഡായിട്ടുള്ള ഒന്നായിരുന്നു. എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിരുന്നു മരണപ്പെട്ടത്. ഒക്കലോമ വാസ് എ പേഴ്സൺ ഐ കുഡ് ആർഗ്യൂ വിത്ത്, ലവ് വിത്ത് ആൻഡ് ട്രൂലി ടോക്ക് ടു. ഒക്കലോമ എന്ന് പറയുന്നത് അതായത് ഞാൻ എപ്പോഴും വഴക്കടിക്കുന്ന, ഞാൻ എപ്പോഴും ആർഗ്യുമെൻറ്റ്സ് നടത്തുന്ന, വാദിക്കുന്ന, ഡിബാറ്റുകൾ നടത്തുന്ന, ഒരുപാട് ബുക്സിനെ കുറിച്ചിട്ട്, പുതിയ പുതിയ കോൺട്രവേഴ്സിനെ കുറിച്ചിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് ആർഗ്യൂ ചെയ്യുന്ന ഒരാളായിരുന്നു ഒക്കലോമോ. അതുപോലെ ഒരുപാട് എന്നോടൊപ്പം ഒരുപാട് ലവ് ചെയ്യുകയും എന്നോടൊപ്പം ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരുന്നു ഒക്കലോമോ. ഹി വാസ് ഓൾസോ ദ ഫസ്റ്റ് പേഴ്സൺ ടു കോൾ മീ എ ഫെമിനിസ്റ്റ്. അവനായിരുന്നു ആദ്യമായിട്ട് എന്നെ ഒരു ഫെമിനിസ്റ്റ് എന്ന്, ഈ ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത് അവനായിരുന്നു എന്നാണ് പറയുന്നത്. ഐ വാസ് അബൌട്ട് 14. വി വർ ഇൻ ഹിസ് ഹൗസ് ആർഗ്യൂയിങ്, ബോത്ത് ഓഫ് us bristling with half baked knowledge from the books we had read. അങ്ങനെ എനിക്ക് 14 years old ആയ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ പരസ്പരം ആർഗ്യുമെൻറ്റ്സ് നടത്തായിരുന്നു, ഡിബാറ്റുകളൊക്കെ നടത്തായിരുന്നു. അതായത് ഞങ്ങൾ വായിച്ചിട്ടുള്ളൊരു ബുക്ക് ഹാഫ് ബേക്ഡ് നോളജ്, അതായത് കംപ്ലീറ്റ് നോളജ് ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ആ ഒരു ബുക്കിനെ കുറിച്ചിട്ട്. അപ്പോൾ ഉള്ള നോളജിൽ ഞങ്ങൾ ആ ഒരു ബുക്കിനെ കുറിച്ചിട്ട്, ഞങ്ങൾ വായിച്ചിട്ടുള്ള ബുക്കിനെ കുറിച്ചിട്ടായിരുന്നു ആർഗ്യുമെൻറ്റ്സ് നടത്തിയിരുന്നത്. അതുപോലെ ഒരുപാട് പൊളിറ്റിക്സ് അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾ ആർഗ്യുമെൻറ്റ്സ്, ഡിബാറ്റുകളൊക്കെ നടത്താറുണ്ടായിരുന്നു. ഐ ഡോണ്ട് റിമെമ്പർ വാട്ട് ദിസ് പെർട്ടിക്കുലർ ആർഗ്യുമെൻറ്റ് വാസ് അബൌട്ട്. അപ്പോൾ എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്തിനെ കുറിച്ചിട്ടാണ്, എന്ത് ആർഗ്യുമെൻ്റാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല. ബട്ട് ഐ റിമെമ്പർ ദാറ്റ് as I argued and argued, Okoloma looked at me and said, you know, you are a feminist. പക്ഷേ എനിക്ക് ഒന്ന് മാത്രം ഓർമ്മയുണ്ട്. എന്തായിരുന്നു സബ്ജക്റ്റ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്തിനെ കുറിച്ചിട്ടാണ് ഞാൻ ആർഗ്യൂ ചെയ്തത് എന്നുള്ളതിന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്ക് ഒന്ന് മാത്രം ഓർമ്മ ഉണ്ടായിരുന്നു. എന്ത്? ഞാൻ വീണ്ടും വീണ്ടും ആർഗ്യുമെൻറ്റ്സ് നടത്തായിരുന്നു, വീണ്ടും വീണ്ടും അവനോട് ആർഗ്യൂ ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു സമയത്ത് ഒക്കലോമ എന്നെ നോക്കിയിട്ട് എന്നെ വിളിച്ച ഒരു പേരുണ്ട്. യു നോ യു ആർ എ ഫെമിനിസ്റ്റ്, നീ ഒരു ഫെമിനിസ്റ്റാണ് എന്ന് അവൻ എന്നോട് പറഞ്ഞു. ആദ്യമായിട്ട് ഞാനൊരു ഫെമിനിസ്റ്റാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഒക്കലോമയായിരുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് നോട്ട് എ കോംപ്ലിമെൻറ്റ്. അതെനിക്കൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് തോന്നിയില്ല. I could tell from his tone, the same tone with which a person would say you are a supporter of terrorism.
എനിക്ക് അവൻ്റെ ടോണിൽ അതൊരു അപ്രീസിയേറ്റഡ് വേർഡായിട്ട് തോന്നിയില്ല, ഒരു കോംപ്ലിമെൻറ്റ് വേർഡായിട്ട് തോന്നിയില്ല. എനിക്ക് അവൻ്റെ ടോൺ വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് അവൻ എന്നോട് പറഞ്ഞത് യു ആർ എ സപ്പോർട്ടർ ഓഫ് ടെററിസം. അതായത് ഫെമിനിസം എന്നുള്ള വാക്കിൻ്റെ മീനിങ് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അവൻ ആദ്യമായിട്ട് യു ആർ എ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ സമയത്ത് അവൻ്റെ ടോൺ വെച്ചിട്ട് എനിക്ക് മനസ്സിലായി അതൊരു കോംപ്ലിമെൻ്റ് അല്ല, അത് ഒരു ടെററിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്ന രീതിയിലുള്ള ഒരു മീനിങ് ആണ് അതിന് വരുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഐ ഡിഡ് നോട്ട് നോ എക്സാക്ട്ലി വാട്ട് ദിസ് വേർഡ് ഫെമിനിസ്റ്റ് മെൻറ്റ്. എനിക്കറിയില്ലായിരുന്നു എന്താണ് ഈ ഒരു ഫെമിനിസ്റ്റ് എന്നുള്ളതിൻ്റെ മീനിങ് എന്താണെന്ന് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. ആൻഡ് ഐ ഡിഡ് നോട്ട് വാണ്ട് ഒക്കുലോമോ ടു നോ ദാറ്റ് ഐ ഡിഡ്ന്റ് നോ. പക്ഷെ ഞാൻ ഒക്കുലാമയുടെ മുമ്പിൽ എനിക്ക് ഈ വേർഡിൻ്റെ മീനിങ് അറിയില്ല എന്നുള്ള തരത്തിൽ പെരുമാറിയില്ല എന്നാണ് പറയുന്നത്. ഞാൻ അവരിൽ നിന്ന് അത് മറച്ചു വെച്ചു. സോ ഐ ബ്രഷ്ഡ് ഇറ്റ്സ് അസൈഡ് ആൻഡ് കണ്ടിന്യൂ ടു ആർഗ്യൂ. അപ്പോൾ ഞാൻ മെല്ലെ അത് ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ വീണ്ടും അവനുമായിട്ട് ആർഗ്യൂ ചെയ്യാൻ തുടങ്ങി. The first thing I planned to do when I got home was look up the word in the dictionary. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ആദ്യമായിട്ട് ഞാൻ നോക്കിയത് ഡിക്ഷണറി തപ്പി നോക്കണം, എന്താണ് ഫെമിനിസ്റ്റ് എന്നുള്ളതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കണം എന്ന് ഞാൻ പ്ലാൻ ചെയ്തു. ഓക്കെ, now fast forward to some years later. In 2003 I wrote a novel called Purple Hibiscus. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഒരു എസ്സേയിൽ കാണാൻ കഴിയുന്നത് ഓരോ ഇൻസിഡൻസ് ആണ്. അതായത് ഫെമിനിസം എന്നുള്ളതിനൊരു ക്ലിയർ പിക്ചർ നൽകാൻ വേണ്ടിയിട്ട് ചിമാമണ്ട ngozi അഡിച്ചിയുടെ ലൈഫിലുണ്ടായിട്ടുള്ള ഓരോ പേഴ്സണൽ ഇൻസിഡൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻസ് കഴിഞ്ഞു. In 2003, I wrote a novel called Purple Hibiscus about a man who, among other things, beats his wife and whose story doesn't end too well. ഇതാണ് പർപ്പിൾ ഹിബിസ്കസ്. ചിമാമണ്ട ngozi അഡിച്ചിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ് പർപ്പിൾ ഹിബിസ്കസ്. ഇതിലാണ് കൂടുതലായിട്ട് നമ്മളുടെ ചിമാമണ്ട ngozi അഡിച്ചി അറിയപ്പെട്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ 2003 ഞാൻ ഈ പർപ്പിൾ ഹിബിസ്കസ് ആ സമയത്താണ് എഴുതുന്നത്. ആ സമയത്ത് ഒരു പർപ്പിൾ ഹിബിസ്കസിൽ അതായത് ഒരു മാൻ, അയാൾ എപ്പോഴും അയാളുടെ വൈഫിനെ എപ്പോഴും തല്ലിച്ചതക്കും, എപ്പോഴും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നടത്തും. പക്ഷെ ആ സ്റ്റോറി എൻഡ് ചെയ്യുന്നത് അത്ര നല്ല രീതിയിലല്ല എൻഡ് ചെയ്യുന്നത്. അതായത് അതിലുള്ള ഹീറോ എന്ന് പറയുന്നത്, നോവലിലുള്ള ഒരു മെയിൻ കഥാപാത്രം അതിൻ്റെ വൈഫിനെ എപ്പോഴും തല്ലിച്ചതക്കും. അങ്ങനെ വൈഫ് ഇതിൻ്റെ ഒരു പേടിയിൽ അവൾ ഒരു പോയിസൺ നൽകുന്നുണ്ട് ഹസ്ബൻഡിന്. അങ്ങനെ ഹസ്ബൻഡ് മരണപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു നോവലിൻ്റെ എൻഡിങ്, ഈ ഒരു പർപ്പിൾ ഹിബിസ്കസിൻ്റെ എൻഡിങ് വരുന്നത്. While I was promoting the novel in Nigeria, a journalist, a nice, well-meaning man, told me he wanted to advise me. അങ്ങനെ ഞാൻ ഈ ഒരു നോവൽ നൈജീരിയയിൽ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് 2003 ഞാൻ ഈ നോവൽ എഴുതുന്നത്. അങ്ങനെ ഒരു ജേർണലിസ്റ്റ്, നല്ലൊരു മനുഷ്യൻ, വെൽ മീനിങ് ആയിട്ടുള്ളൊരു മനുഷ്യൻ, ഒരു നൈസ് പേഴ്സൺ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഹി വാണ്ടഡ് ടു അഡ്വൈസ് മീ, എനിക്ക് കുറച്ച് അഡ്വൈസ് നൽകാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. Nigerians, as you might know, are very quick to give unsolicited advice. അപ്പോൾ നമ്മളുടെ ഇതിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, നമ്മളുടെ ചിമാമണ്ട ngozi അഡിച്ചി പറയുന്നുണ്ട്, നൈജീരിയൻസ് ഒരു തമാശ രൂപത്തിൽ, ഹ്യൂമറസ് ആയിട്ടുള്ള രൂപത്തിൽ പറയുന്നുണ്ട്, നൈജീരിയൻസ് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതെ അഡ്വൈസ് തരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതായത് നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ഇങ്ങോട്ട് അഡ്വൈസ് തരുന്ന ആളുകളാണ് നൈജീരിയൻസ് എന്ന് ചിമാമണ്ട ngozi അഡിച്ചി പറയുന്നുണ്ട്. He told me that people were saying my novel was feminist and his advice to me, he was shaking his head sadly as he spoke. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത്, ഒരു നൈസ് പേഴ്സൺ, ഒരു ജേർണലിസ്റ്റ്, അയാൾ എന്നോട് പറഞ്ഞത് എൻ്റെ നോവൽ ഒരു ഫെമിനിസ്റ്റ് ആണെന്നാണ്. അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് ഇങ്ങനെയായിരുന്നു. ആ ഒരു അഡ്വൈസ് എന്നോട് പറയുന്ന സമയത്ത് അയാളുടെ തല ഷെയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അയാൾ സ്പോക്ക് ചെയ്യാണ് എന്നോട്, എന്താണ് ആ അഡ്വൈസ് ചെയ്യുന്നത്. വാസ് ദാറ്റ് ഐ ഷുഡ് നെവർ കോൾ മൈസെൽഫ് എ ഫെമിനിസ്റ്റ് സിൻസ് ഫെമിനിസ്റ്റ് ആർ വുമൻ ഹു ആർ അൺഹാപ്പി ബിക്കോസ് ദേ ക്യാനോട്ട് ഫൈൻഡ് ഹസ്ബൻഡ്സ്. അപ്പോൾ എന്നോട് തന്ന അഡ്വൈസ് എങ്ങനെയായിരുന്നു, ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ
ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വുമൻ ഒരിക്കലും ഹാപ്പി ആവില്ല. അവരെപ്പോഴും അൺഹാപ്പി ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ദേ ക്യാനോട്ട് ഫൈൻഡ് ഹസ്ബൻഡ്സ്. അവർക്ക് ഹസ്ബൻഡ്സ് ഉണ്ടാവില്ല അവരുടെ ലൈഫിൽ. അവർക്ക് ഹസ്ബൻഡ്സിനെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും ലൈഫിൽ അൺഹാപ്പി ആയിരിക്കും എന്നുള്ള അഡ്വൈസാണ് എനിക്ക് ആ മനുഷ്യൻ തന്നത്. സോ ഐ ഡിസൈഡഡ് ടു കോൾ മൈസെൽഫ് എ ഹാപ്പി ഫെമിനിസ്റ്റ്. ആ സമയത്ത് ഞാൻ തീരുമാനിച്ചു, എന്നെ തന്നെ ഞാൻ വിളിച്ചത് എ ഹാപ്പി ഫെമിനിസ്റ്റ്. ഞാനൊരു ഹാപ്പി ഫെമിനിസ്റ്റ് ആണെന്നാണ് എന്നെ തന്നെ ഞാൻ വിളിച്ചത്. കോൾ മൈസെൽഫ് എന്നാണ് പറയുന്നത്. Then an academic, a Nigerian woman, told me that feminism was not our culture, that feminism was un-African, and I was only calling myself a feminist because I had been influenced by Western books. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു നൈജീരിയൻ വുമൺ എന്നോട് പറഞ്ഞു, ഫെമിനിസം നമ്മളുടെ കൾച്ചറിന് ചേർന്നതല്ല ഫെമിനിസം. അതുപോലെ ഫെമിനിസം ഒരു അൺആഫ്രിക്കനാണ്, ആഫ്രിക്കൻ ആളുകൾക്ക് ചേർന്നതല്ല ഫെമിനിസം, ഒരു അൺആഫ്രിക്കനാണ് ഫെമിനിസം എന്നുള്ള തരത്തിൽ ആ ഒരു നൈജീരിയൻ വുമൺ എന്നോട് പറഞ്ഞു. And I was only calling myself a feminist because I had been influenced by Western books. പക്ഷേ ഞാനൊരു ഫെമിനിസ്റ്റ് ആണ് എന്ന് ഞാൻ എന്നെ തന്നെ വിളിക്കാനുള്ള കാരണം ഞാൻ വെസ്റ്റേൺ ബുക്സൊക്കെ വായിക്കുമായിരുന്നു. അതിൽ നിന്ന് എനിക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നെ ഒരു ഫെമിനിസ്റ്റ് എന്ന് വിളിക്കാനുള്ള കാരണം. Which amused me because much of my early reading was decidedly unfeminist. I must have read every single Mills and Boon romance published before I was 16, and each time I try to read those books called classic feminist texts, I get bored and I struggle to finish them. ഞാൻ ആ ഒരു സമയത്ത് വെസ്റ്റേൺ ബുക്സൊക്കെ വായിക്കുമായിരുന്നു. ആ വെസ്റ്റേൺ ബുക്സിൽ എന്നെ വളരെയധികം അമ്യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഏർലി റീഡിങ്സിൽ ഞാൻ വായിച്ചിരുന്നത് അൺഫെമിനിസ്റ്റ് ആയിട്ടുള്ള ബുക്കായിരുന്നു. സിംഗിൾ മിൽസ് ആൻഡ് ബൂൺ റൊമാൻസ് ഒക്കെ ഞാൻ വായിക്കാറുണ്ടായിരുന്നു. ഐ മസ്റ്റ് ഹാവ് റീഡ് എവരി സിംഗിൾ മിൽസ് ആൻഡ് ബൂൺ റൊമാൻസ് ഒക്കെ ഞാൻ വായിക്കാറുണ്ടായിരുന്നു. പബ്ലിഷ് ബിഫോർ ഐ വാസ് 16. അത് പബ്ലിഷ് ചെയ്തിരുന്നത് ഞാൻ 16 ഇയേഴ്സ് ഓൾഡ് ആകുന്നതിന് മുമ്പായിരുന്നു. ആൻഡ് ഈച്ച് ടൈം ഐ ട്രൈ ടു റീഡ് ദോസ് ബുക്സ് കോൾ ക്ലാസിക് ഫെമിനിസ്റ്റ് ടെക്സ്റ്റ്. അങ്ങനെ ഓരോ സമയവും ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, ക്ലാസിക് ഫെമിനിസ്റ്റ് ടെക്സ്റ്റുകൾ വായിക്കാൻ ശ്രമിക്കുമായിരുന്നു. ഐ ഗെറ്റ് ബോർഡ്. അത് വായിക്കാൻ തുടങ്ങിയാൽ ഞാൻ ആകെ ബോറടിച്ച് മരിക്കും. ആൻഡ് ഐ സ്ട്രഗിൾ ടു ഫിനിഷ് ദം. എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വെസ്റ്റേൺ ബുക്സാണ് ഞാനൊരു ഫെമിനിസ്റ്റ് ആണ് എന്നുള്ള ഒരു ആശയത്തിലേക്ക് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നാണ് ചിമമണ്ട ngozi അഡിച്ചി പറയുന്നത്. എനിവേ, സിൻസ് ഫെമിനിസം വാസ് അൺആഫ്രിക്കൻ, I decided I would now call myself a happy African feminist. എന്നിരുന്നാലും ഫെമിനിസം ഒരു അൺആഫ്രിക്കൻ ആണ് എന്നാണ് ആ ഒരു നൈജീരിയൻ വുമൺ എന്നോട് പറഞ്ഞത്. I decided I would now call myself a happy African feminist. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നത് ഞാനൊരു ഹാപ്പി ഫെമിനിസ്റ്റ് ആണ്. അതായത് ഒരു ജേർണലിസ്റ്റ് എന്നോട് എന്താ പറഞ്ഞത്, അതായത് ഫെമിനിസ്റ്റുകൾക്ക് അവർ അൺഹാപ്പി ആയിരിക്കും ലൈഫിൽ, ബിക്കോസ് അവർക്ക് ഹസ്ബൻഡ് ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അവർ അൺഹാപ്പി ആയിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഓക്കെ, ഞാനെന്താണ് ഒരു ഹാപ്പി ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ ഒരു നൈജീരിയൻ വുമൺ, ഒരു അക്കാഡമിക് നൈജീരിയൻ വുമൺ പറയുന്നത് എന്താണ്, ഫെമിനിസം വാസ് ആൻ അൺആഫ്രിക്കൻ എന്നാണ് പറയുന്നത്. I decided I would now call myself a happy African feminist. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ തീരുമാനിക്കുന്നു, ഞാൻ എന്നെ തന്നെ ഞാൻ എന്നെ തന്നെ വിളിച്ചത് ഹാപ്പി ആഫ്രിക്കൻ ഫെമിനിസ്റ്റ്. ഞാനൊരു ഹാപ്പി ആഫ്രിക്കൻ ഫെമിനിസ്റ്റ് ആണ് എന്നാണ് വിളിച്ചത്. Then a dear friend told me that calling myself a feminist meant that hated men. അങ്ങനെ എൻ്റെ ഒരു ഡിയർ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, അതായത് ഞാൻ എന്നെ തന്നെ ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് വിളിക്കുന്നതിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് വെച്ചാൽ ഹേറ്റഡ് മാൻ, അതായത് ഞാൻ പുരുഷവിരോധിയാണ്, ഞാൻ പുരുഷന്മാരെ വെറുക്കുന്നു എന്നതാണ് അതിൻ്റെ മീനിങ് എന്നാണ് എന്നോട് ഒരു ഫ്രണ്ട് പറഞ്ഞത്. സോ ഐ ഡിസൈഡഡ് ഐ വുഡ് നൗ ബി എ ഹാപ്പി ആഫ്രിക്കൻ ഫെമിനിസ്റ്റ് ഹു ഡസ് നോട്ട് ഹേറ്റ്. ഇപ്പം ഞാൻ തീരുമാനിച്ചു, ഐ വുഡ് നൗ ബി എ ഹാപ്പി ആഫ്രിക്കൻ ഫെമിനിസ്റ്റ് ഹു ഡസ് നോട്ട് ഹേറ്റ് മെൻ. ഇപ്പം ഞാൻ തീരുമാനിച്ചത് എന്താണ്, ഞാനൊരു ഹാപ്പി ആഫ്രിക്കൻ ഫെമിനിസ്റ്റ് ആണ് ഹു ഡസ് നോട്ട് ഹേറ്റ് മെൻ. അതായത് പുരുഷന്മാരെ വെറുക്കുന്ന ഒരാളല്ല ഞാൻ, ഒരു ഹാപ്പി ആഫ്രിക്കൻ ഫെമിനിസ്റ്റ് ആണ്, ബട്ട് ഹു ഡസ് നോട്ട് ഹേറ്റ് മെൻ.
അതായത് പുരുഷവിരോധിയല്ല എന്ന് ഞാൻ എന്നെ തന്നെ കോൾ മൈസെൽഫ് എന്നാണ് പറയുന്നത്. At some point, I was a happy African feminist who does not hate men and who likes to wear lip gloss and high heels for herself and not for men. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഞാൻ എന്നെ തന്നെ വിളിക്കുകയാണ്, ഞാനൊരു ഹാപ്പി ആഫ്രിക്കൻ ഫെമിനിസ്റ്റാണ്. ഡസ് നോട്ട് ഹേറ്റ് മെൻ, അതായത് ഒരു പുരുഷവിരോധിയല്ല. അതുപോലെ ഞാൻ ലിപ് ഗ്ലോസ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്ക് ഇടാൻ ആഗ്രഹിക്കുന്ന ഒരു ഹാപ്പി ആഫ്രിക്കൻ ഫെമിനിസ്റ്റാണ്. അതുപോലെ ഹൈ ഹീൽസ് ഒക്കെ, അതായത് എനിക്ക് വേണ്ടിയിട്ട് ഹെർസെൽഫ് നോട്ട് ഫോർ മെൻ, അതായത് ഒരു മെന്നിന് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ട് ലിപ് ഗ്ലോസും ഹൈ ഹീൽസൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്ന ഒരു ഹാപ്പി ആഫ്രിക്കൻ ഫെമിനിസ്റ്റാണ് ഞാൻ എന്നാണ് ഈ ഒരു പോയിന്റിൽ നമ്മുടെ ഇത് പറയുന്നത്, ഈ ഒരു ചിമമണ്ട Ngozi Adichie പറയുന്നത്. Of course, much of this was tongue-in-cheek, but what it shows is how that word feminist is so heavy with baggage, negative baggage. You hate men, you hate bras, you hate African culture, you think women should always be in charge, you don't wear makeup, you don't shave, you are always angry, you don't have a sense of humor, you don't use deodorant. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത്, അതായത് ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹെവി വിത്ത് ബാഗേജ്, ഒരു നെഗറ്റീവ് ബാഗേജാണ് ഫെമിനിസ്റ്റ് എന്ന് പറയുന്നതിൽ. ഒരു നെഗറ്റീവ് ബാഗേജാണ് നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്നത്. അതായത് ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ യു ഹേറ്റ് മെൻ, അതായത് നിങ്ങൾ ഫെമിനിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു പുരുഷ വിരോധിയായിരിക്കും, പുരുഷനെ വെറുക്കുന്നവളായിരിക്കും. യു ഹേറ്റ് ബ്രാസ്, യു ഹേറ്റ് ആഫ്രിക്കൻ കൾച്ചർ. നീ ഒരു ഫെമിനിസ്റ്റ് ആണെങ്കിൽ, ഫെമിനിസം എന്നുള്ളത് അൺആഫ്രിക്കൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നീ ഒരു ഫെമിനിസ്റ്റ് ആണെങ്കിൽ യു ഹേറ്റ് ആഫ്രിക്കൻ കൾച്ചർ, യു തിങ്ക് വിമൻ ഷുഡ് ഓൾവേസ് ബി ഇൻ ചാർജ്, you don't wear makeup, you don't shave, you are always angry, you don't have sense of humor. നീ ഒരു ഫെമിനിസ്റ്റ് ആണെങ്കിൽ നിനക്ക് സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. യു ഡോണ്ട് യൂസ് ഡിയോഡറൻറ്റ്, അതായത് സുഗന്ധ ദ്രവ്യങ്ങൾ കാര്യങ്ങൾ ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ് ഈ ഒരു ഫെമിനിസ്റ്റ്. ഇങ്ങനെയുള്ള ഫെമിനിസ്റ്റിനെ കുറിച്ചിട്ടുള്ള നെഗറ്റീവ് ബാഗേജസ്, നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഹെവി ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു ആ കാലഘട്ടത്തിൽ ഫെമിനിസ്റ്റ് എന്നുള്ള ഒരു വേർഡിന് കിട്ടിയിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, നൗ ഹിയർ ഇസ് എ സ്റ്റോറി ഫ്രം മൈ ചൈൽഡ്ഹുഡ്. ഇനി വേറൊരു ഇൻസിഡൻ്റ് ആണ് പറയുന്നത്. ചിമമണ്ട Ngozi Adichieയുടെ ലൈഫിലുണ്ടായിട്ടുള്ള വേറൊരു ഇൻസിഡൻ്റ് ആണ് പറയുന്നത്. അതായത് എൻ്റെ ചൈൽഡ്ഹുഡിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. വെൻ ഐ വാസ് ഇൻ പ്രൈമറി സ്കൂൾ in Suka, a university town in southeastern Nigeria. My teacher said at the beginning of term that she would give the class a test, and whoever got the highest score would be the class monitor. ഞാനൊരു പ്രൈമറി സ്കൂളിലായിരുന്ന സമയത്ത് സുക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസിലായിരുന്നു എൻ്റെ പ്രൈമറി സ്കൂൾ. അത് യൂണിവേഴ്സിറ്റി ടൗണിലാണ്, സൗത്ത് ഈസ്റ്റേൺ നൈജീരിയയിൽ. ആ സമയത്ത് എൻ്റെ ടീച്ചർ ബിഗിനിങ്ങിൽ, അതായത് ഒരു ടേം എക്സാമിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ എന്നോട് പറഞ്ഞു, അതായത് ക്ലാസ്സിൽ നല്ല ഹയസ്റ്റ് മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അയാളെ ഞാൻ ക്ലാസ് മോണിറ്ററാക്കി നിയമിക്കുമെന്ന് പറഞ്ഞു. ക്ലാസ് മോണിറ്റർ എന്ന് പറഞ്ഞാൽ ക്ലാസ് ലീഡർ, നമ്മുടെ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നില്ലേ ക്ലാസ് ലീഡർ. അപ്പോൾ ക്ലാസ്സിൽ ഈ ഒരു എക്സാം ടേം എക്സാം തുടങ്ങുന്നതിന് മുന്നെയാണ് ഇങ്ങനൊരു ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. ക്ലാസ് മോണിറ്റർ വാസ് എ ബിഗ് ഡീൽ. അതായത് അന്നത്തെ കാലത്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലാസ് മോണിറ്റർ എന്ന് പറയുന്നത് ഒരു ബിഗ് ഡീലാണ് അല്ലേ, വലിയൊരു പവറുള്ള ഒരു സംഭവമാണ് ക്ലാസ് ലീഡർ എന്ന് പറയുന്നത്. If you were a class monitor, you would write down the names of noise makers each day. നിങ്ങൾ ഒരു ക്ലാസ് ലീഡർ, ക്ലാസ് മോണിറ്റർ ആയിട്ട് നിയമിച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ ബഹളം വെക്കുന്ന ആളുകൾ, അതായത് ക്ലാസ്സിൽ ശബ്ദം ഉണ്ടാക്കുന്ന ആളുകളുടെ പേരൊക്കെ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. വിച്ച് വാസ് heady enough power on its own, but my teacher would also give you a cane to hold in your hand while you walked around and patrol the class for noise makers. ടീച്ചർ വേറൊരു കാര്യം കൂടെ തരും. അത് നല്ല ഹെഡ് വെയിറ്റ് ഉള്ളൊരു സംഭവമാണ് ക്ലാസ് ലീഡർ എന്ന് പറയുന്നത്, ക്ലാസ് മോണിറ്റർ എന്ന് പറയുന്നത്. ടീച്ചർ നമ്മളെ കയ്യിലൊരു ചൂരൽ കൂടെ തരും.
പക്ഷെ അത് നമുക്ക് ആരെയും തല്ലാനും ഉപദ്രവിക്കാനൊന്നും പറ്റില്ല. ജസ്റ്റ് നമ്മൾ ആരാണോ ക്ലാസ്സിൽ ശബ്ദം ഉണ്ടാക്കുന്നത് അവരെങ്ങനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന സമയത്ത് കയ്യിൽ കൊണ്ട് നടക്കാനാണ് ഈ ഒരു കെയിൻ യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓഫ് കോഴ്സ് യു വർ നോട്ട് അലൗഡ് ടു ആക്ച്വലി യൂസ് ദ കെയിൻ. ആ കെയിന് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല, ആ വടി നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. ബട്ട് ഇറ്റ് വാസ് ആൻ എക്സൈറ്റിംഗ് പ്രോസ്പെക്റ്റ് ഫോർ 9-year-old മീ. അത് ഈ ഒരു 9-year-old ആയിട്ടുള്ള ആ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സംഭവം തന്നെയാണ്. ഐ വെരി മച്ച് വാണ്ടഡ് ടു ബി ക്ലാസ് മോണിറ്റർ. ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരു ക്ലാസ് മോണിറ്റർ ആകാൻ. ആൻഡ് ഐ ഗോട്ട് ദ ഹയസ്റ്റ് സ്കോർ ഓൺ ദ ടെസ്റ്റ്. അങ്ങനെ എനിക്കാണ് ആ ക്ലാസ്സിൽ ഹയസ്റ്റ് സ്കോർ എനിക്കാണ് കിട്ടിയത്. Then to my surprise my teacher said the monitor had to be a boy. പക്ഷേ ഞാൻ ആകെ സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടീച്ചർ പറഞ്ഞു മോണിറ്റർ എന്ന് പറയുന്നത്, ലീഡർ എന്ന് പറയുന്നത് എപ്പോഴും ക്ലാസ്സിലെ ഒരു ബോയ് ആയിരിക്കും എന്ന് ടീച്ചർ പറഞ്ഞു. ഷി ഹാഡ് ഫോർഗോട്ടൺ ടു മേക്ക് ദാറ്റ് ക്ലിയർ ഏർലിയർ. അപ്പോൾ മുന്നേ ടീച്ചർ ഇത് ക്ലിയർ ചെയ്യാൻ ഞങ്ങളോട് പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഷീ അസ്യൂംഡ് ഇറ്റ് വാസ് ഒബ്വിയസ് എ ബോയ് ഹാഡ് ദ സെക്കൻഡ് ഹയസ്റ്റ് സ്കോർ ഓൺ ദ ടെസ്റ്റ്. അപ്പോൾ ക്ലാസ്സിൽ എനിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ സെക്കൻഡ് ഹയസ്റ്റ് എന്ന് പറയുന്നത് ബോയ്ക്കായിരുന്നു, സെക്കൻഡാണ് ബോയ്ക്ക് കിട്ടിയത്, എനിക്കായിരുന്നു ഫസ്റ്റ്. ആൻഡ് ഹി വുഡ് ബി മോണിറ്റർ. പക്ഷേ ഫസ്റ്റ് എനിക്കായിരുന്നു, സെക്കൻഡ് അവനും. പക്ഷേ മോണിറ്റർ ആയത് അവനെയാണ് മോണിറ്ററായിട്ട് ടീച്ചർ സെലക്ട് ചെയ്തത്. വാട്ട് വാസ് ഈവൻ മോർ ഇൻട്രസ്റ്റിംഗ് ഇസ് ദാറ്റ് ദിസ് ബോയ് വാസ് എ സ്വീറ്റ് ജെൻറ്റിൽ സോൾ ഹു ഹാഡ് നോ ഇൻട്രസ്റ്റ് ഇൻ പാട്രോളിംഗ് ദി ക്ലാസ് വിത്ത് എ സ്റ്റിക്ക്. പക്ഷേ ഇവിടെ രസം എന്താണെന്ന് വെച്ചാൽ ആ ബോയ് ഒരു സ്വീറ്റായിട്ടുള്ള ജെൻറ്റിലായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടി ഒരിക്കലും ഒരു ക്ലാസ് മോണിറ്റർ ആവാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാണ് പറയുന്നത്. വൈൽ ഐ വാസ് ഫുൾ ഓഫ് അംബിഷൻ ടു ഡൂ സോ. പക്ഷേ ഞാനൊരു ക്ലാസ് ലീഡർ ആവാൻ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ബട്ട് ഐ വാസ് ഫീമെയിൽ ആൻഡ് ഹി വാസ് മെയിൽ ആൻഡ് ഹി ബിക്കെയിം ക്ലാസ് മോണിറ്റർ. പക്ഷേ ഇവിടെ സംഭവം എന്താ വെച്ചാൽ ഞാനൊരു ഫീമെയിലും ആ കുട്ടി ഒരു മെയിലുമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താവാൻ കഴിയില്ല, ക്ലാസ് മോണിറ്റർ ആവാൻ കഴിയില്ല, അവനെ ക്ലാസ് മോണിറ്റർ ആവാൻ കഴിയുള്ളൂ. ഐ ഹാവ് നെവർ ഫോർഗോട്ടൻ ദാറ്റ് ഇൻസിഡൻറ്റ്. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻ്റ് ആയിരുന്നു അത്. If we do something over and over again it becomes normal. ഇവിടെ ചിമമണ്ട Ngozi അടിച്ചു പറയാണ്, അത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഓവർ ആൻഡ് ഓവർ അഗെയിൻ, അതായത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് നോർമൽ, അത് നോർമലായിട്ട് മാറും എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു സംഭവം, ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ എടുത്ത് നോക്കിയാൽ, അതായത് ക്ലാസ് മോണിറ്റർ ഒരു ബോയ് മാത്രമേ ആകുള്ളൂ എന്നാണ് ആ ടീച്ചർ ഡിക്ലെയർ ചെയ്തത്, ഒരു ഗേളിനാവാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആ സംഭവം ഓവർ ആൻഡ് ഓവർ അഗെയിൻ റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ അതൊരു നോർമലായിട്ട് മാറും, എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യും. വീണ്ടും ഒരു മോണിറ്റർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ബോയ് മാത്രമേ മോണിറ്റർ ആവാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു ആശയത്തിലേക്ക് വരും. ഇഫ് യു സീ ദ സെയിം തിങ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ഇറ്റ് ബിക്കംസ് നോർമൽ. ഇഫ് ഓൺലി ബോയ്സ് ആർ മേഡ് ക്ലാസ് monitor, then at some point we will all think, even if unconsciously, that the class monitor has to be a boy. അതായത് ഈ ഒരു ഇൻസിഡൻറ്റിൽ ആ ഒരു ബോയ് ആണ് എന്ത് മോണിറ്റർ ആയത്. അപ്പം നമ്മൾ അറിയാതെ, നമ്മൾ അൺകോൺഷ്യസ്ലി നമ്മൾ മനസ്സിൽ ചിന്തിക്കും, ആ മോണിറ്റർ എന്ന് പറയുന്നത് ഒരു ബോയ് ആണ് എന്നുള്ളത് നമ്മൾ അൺകോൺഷ്യസ്ലി അതായത് അത് ഓവർ ആൻഡ് ഓവർ അഗെയിൻ അതങ്ങനെ തന്നെയാണ് ആവുന്നത്, അങ്ങനെ അതൊരു നോർമലായിട്ട് മാറുകയാണ്. അപ്പം നമ്മളും എന്ത് ചിന്തിക്കും, ഒരു ക്ലാസ് മോണിറ്റർ എന്ന് പറയുന്നത് ഒരു ബോയ് ആണ്, അൺകോൺഷ്യസ്ലി നമ്മളങ്ങനെ ആയി പോകുന്നതാണ് പറയുന്നത്. ഇഫ് യു കീപ് സീയിങ് ഓൺലി മെൻ ആസ് ഹെഡ്സ് ഓഫ് കോർപ്പറേഷൻ ഇറ്റ് സ്റ്റാർട്ട്സ് ടു സെയിം നാച്ചുറൽ ദാറ്റ് ഓൺലി മെൻ ഷുഡ് ബി ഹെഡ്സ് ഓഫ് കോർപ്പറേഷൻസ്. അതായത് ഇവിടെ മെന്നാണ് പദവികളിലെല്ലാം വരേണ്ടത്, മെന്നാണ് റൂൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചിന്താഗതിയാണ് വരുന്നത്. അതൊരു നാച്ചുറൽ പ്രോസസ്സായിട്ട് മാറുകയാണ്. അതായത് ഓവർ ആൻഡ് ഓവർ അഗെയിൻ മെന്നാണ് റൂൾ ചെയ്യേണ്ടത്, മെന്നാണ് എല്ലാ പവറിലും വരേണ്ടത്, ഹെഡ്സ് ഓഫ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് മെന്നാണ് എന്നുള്ളത് ഒരു നാച്ചുറലായിട്ട് മാറുകയാണ് എന്നാണ് പറയുന്നത്. I often make the mistake of thinking that something that is obvious to me is just obvious to everyone else. Take my dear friend Louis, who is a brilliant, progressive man. We would have conversation and he would tell me, I don't see what you mean by things being different and harder for women. And എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ലൂയിസ് ഒരു ബ്രില്യൻ്റ് ആൻഡ് പ്രോഗ്രസീവ് മാൻ ആയിരുന്നു. അപ്പോൾ അവനുമായിട്ട് ഞാൻ കോൺവെർസേഷൻസ് നടത്താറുണ്ട്. ആ സമയത്ത് അവനും എന്നോട് പറഞ്ഞത്, ഐ ഡോണ്ട് സീ വാട്ട് യു മീൻ ബൈ തിങ്സ് ബീൻ ഡിഫറെൻറ്റ് ആൻഡ് ഹാർഡർ ഫോർ വുമൺ.
അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല നീ പറയുന്ന കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആണ്, അതായത് വുമണും മെന്നും തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്, അല്ലെങ്കിൽ വുമണിനെ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, വുമൺ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വുമണിനെ മാറ്റി നിർത്തുന്നുണ്ട് എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നില്ല, ഞാൻ അങ്ങനെ കാണുന്നില്ല എന്നാണ് ഈ ഒരു ലൂയിസ് പറയുന്നത്. മേ ബി ഇറ്റ് വാസ് സോ ഇൻ ദ പാസ്റ്റ്, ചിലപ്പോൾ അത് നടന്നിട്ടുണ്ടാകാം, ബട്ട് നോട്ട് നൗ, പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എവറിത്തിങ് ഈസ് ഫൈൻ നൗ ഫോർ വുമൺ, അതായത് വുമണിന് ഇപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഉള്ളത്. ഐ ഡിഡിൻ അണ്ടർസ്റ്റാൻഡ് ഹൗ ലൂയിസ് കുഡ് നോട്ട് സീ വാട്ട് സീം സോ എവിഡൻറ്റ്. പക്ഷേ എനിക്ക് അപ്പോൾ ചിമാമണ്ട ngozi അടിച്ച് പറയാണ്, പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല ലൂയിസ് അങ്ങനെ പറയാനുള്ള, അവന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പറയായിരുന്നു. I love being back home in Nigeria and spend much of my time there in Lagos, the largest city and commercial hub of the country. അങ്ങനെ ഞാൻ നൈജീരിയയിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഞാൻ ഒരുപാട് ടൈം ലാഗോസ് എന്ന് പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ ഹബ്ബാണ്, കൊമേഴ്ഷ്യൽ ഹബ് ഓഫ് ദ കൺട്രി, ലാർജസ്റ്റ് സിറ്റി ആൻഡ് കൊമേഴ്ഷ്യൽ ഹബ് ഓഫ് ദ കൺട്രിയാണ് ലാഗോസ്. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. സംടൈംസ് ഇൻ ദി ഈവനിങ് വെൻ ഹീറ്റ് ഗോസ് ഡൗൺ ആൻഡ് ദ സിറ്റി ഹാസ് എ സ്ലോവർ പേസ്, ഐ go out with friends and family to restaurant or cafes. On one of the evenings, Louis and I were out with friends. അങ്ങനെ ലാഗോസ് എന്ന് പറയുന്നത് ഒരു ലാർജ് സിറ്റി ആൻഡ് കൊമേഴ്ഷ്യൽ ഹബ്ബാണ് ആ ഒരു കൺട്രിയിലുള്ള. അങ്ങനെ ഒരു ഈവനിങ്ങിൽ ചൂടൊക്കെ കുറഞ്ഞൊരു സമയത്ത് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് റെസ്റ്റോറൻറ്റിലോ കഫേയിലൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഒരു ഈവനിങ്ങിൽ ഞാൻ ലൂയിസും കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ പോകാൻ തീരുമാനിച്ചു. ദർ ഇസ് എ വണ്ടർഫുൾ ഫീച്ചർ ഇൻ ലാഗോസ്, എ സ്പ്രിംഗ്ലിംഗ് ഓഫ് എനർജറ്റിക് യങ് മെൻ who hang around outside certain establishment and very dramatically help you park your car. അങ്ങനെ ഞങ്ങൾ പോയ സമയത്ത്, അതായത് ഇപ്പം നമ്മളൊക്കെ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് കാർ പാർക്ക് ചെയ്യുന്ന സമയത്ത്, റഷ് ആകുന്ന സമയത്ത് അവിടെ ലീഡ് ചെയ്യാനൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്നു, അതായത് കാർ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ലാഗോസ് ഈസ് മെട്രോപോളിസ് ഓഫ് ഓൾമോസ്റ്റ് 20 million people with more energy than London, more entrepreneur spirit than New York, and so people come with sorts of ways to make a living. Okay, അതായത് ഈ ഒരു ലാഗോസ് എന്ന് പറയുന്നത് വളരെ റഷായിട്ടുള്ള ഒരു മെട്രോപോളിസാണെന്നാണ് പറയുന്നത്. 20 million പീപ്പിളൊക്കെ ഉള്ള ഒരു പ്ലേസാണ്, ഒരു സിറ്റിയാണ് ലാഗോസ്, ഒരു കൊമേഴ്ഷ്യൽ ഹബ്ബാണ് ലാഗോസ് എന്ന് പറയുന്നത്. അതായത് ലണ്ടനേക്കാളും കൂടുതൽ എനർജി ഉള്ള ഒരു കൺട്രിയാണ് ലാഗോസ്. അതുപോലെ ഒരുപാട് ബിസിനസ് പീപ്പിൾസ് ഒക്കെയുള്ള ഒരു, ന്യൂയോർക്കിനേക്കാളും ബിസിനസ് പീപ്പിൾസൊക്കെ ഉള്ള ഒരു രാജ്യമാണ് ലാഗോസ്. As in most big cities, finding parking in the evening can be difficult. So these young men make a business out of finding spots, and even when there are spots available, of guiding you into your with much gesticulating and promising to look after your car until you get back. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഈവനിങ്ങിലൊക്കെ ആയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യും, ഹെൽപ്പിന് ആളുകളുണ്ടാകും കാർ പാർക്ക് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ പറയും, നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ നല്ല സേഫായിട്ട് കാറൊക്കെ ശ്രദ്ധിക്കാമെന്ന് പറയും. ഐ വാസ് ഇംപ്രസ്ഡ് വിത്ത് ദ പെർട്ടിക്കുലർ തിയേറ്ററിക് of the man who found us a parking spot that evening, and so as we were leaving I decided to give him a tip. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോൾ അവന് ഒരു ടിപ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഐ ഓപ്പൺ മൈ ബാഗ്, പുട്ട് മൈ ഹാൻഡ് ഇൻസൈഡ് മൈ ബാഗ് ടു ഗെറ്റ് മൈ മണി. അങ്ങനെ ഞാൻ എൻ്റെ ബാഗ് തുറന്നിട്ട് മണി എടുത്തു. ആൻഡ് ഐ ഗാവ് ഇറ്റ് ടു ദ മാൻ. അങ്ങനെ ഞാൻ അയാൾക്ക് പൈസ കൊടുത്തു. ആൻഡ് ദിസ് മാൻ who was happy and grateful took the money from me. അങ്ങനെ അയാൾക്ക് പൈസ കൊടുത്ത സമയത്ത് അയാൾക്ക് സന്തോഷമായി. ആൻഡ് ദെൻ looked across at Louis and said, "Thank you, sir." അങ്ങനെ ഞാൻ എൻ്റെ ബാഗിൽ നിന്നാണ് മണി എടുത്ത് കൊടുത്തത്. പക്ഷേ അയാളുടെ മുഖത്ത് ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. പക്ഷേ അയാൾ തിരിഞ്ഞിട്ട് ലൂയിസിനോട് എന്ത് ചെയ്തു, താങ്ക് യു സർ എന്ന് പറഞ്ഞു. ലൂയിസ് ലുക്ക്ഡ് അറ്റ് മീ സർപ്രൈസ്ഡ് ആൻഡ് ആസ്ക്ഡ് വൈ ഹി താങ്കിങ് മീ. I didn't give him the money. Then I saw realization down on Louis' face. അങ്ങനെ ലൂയിസ് എന്നോട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് സർപ്രൈസ്ഡ് ആയിട്ട് ചോദിച്ചു, വൈ ഈസ്
ഹീ താങ്കിങ് മീ? അയാൾ എന്തിനാ എന്നോട് താങ്ക്സ് പറഞ്ഞത്? നീയല്ലേ ക്യാഷ് കൊടുത്തത്, ഞാൻ അയാൾക്ക് ക്യാഷ് കൊടുത്തിട്ടില്ലല്ലോ. ദെൻ ഐ സോ റിയലൈസേഷൻ ഡോൺ ഓൺ ലൂയിസ് ഫേസ്. പക്ഷേ ആ സമയത്ത് ഞാൻ ഈ ലൂയിസിൻ്റെ മുഖത്ത് എന്ത് കണ്ടു? ആ ഒരു റിയലൈസേഷൻ, അയാൾ എന്തിനാണ് എന്നോട് താങ്ക്സ് പറഞ്ഞത് എന്ന് തോന്നി. ദ മാൻ ബിലീവ് ദാറ്റ് വാട്ട് എവർ മണി ഐ ഹാഡ് അൾട്ടിമേറ്റ്ലി കെയിം ഫ്രം ലൂയിസ് ബിക്കോസ് ലൂയിസ് ഇസ് ദ മാൻ. അപ്പോൾ ആ മനുഷ്യൻ വിശ്വസിച്ചത്, ആ മനുഷ്യൻ മനസ്സിലാക്കിയത് ഈ ഒരു പണം വന്നിട്ടുള്ളത് എന്തായാലും ലൂയിസിൻ്റെ അടുത്തു നിന്നായിരിക്കും. ലൂയിസ് ആണല്ലോ അവിടെ പുരുഷനായിട്ടുള്ളത്, മാനായിട്ടുള്ളത്. അതുകൊണ്ട് ലൂയിസ് തന്നതായിരിക്കും എന്ന് വിചാരിച്ചാണ് എന്ത് ഇയാൾ ലൂയിസിനോട് താങ്ക്സ് പറഞ്ഞത്. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ നാട്ടിലും കാണാൻ കഴിയൂലേ. അതായത് നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിലും അതായത് മെന്നിനോടാണ് കൂടുതൽ ആളുകൾ ഇൻറ്ററാക്റ്റ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത് അല്ലേ. അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോവുകയാണെങ്കിൽ മെന്നിനോടാണ് ഇൻറ്ററാക്ഷൻ, മെന്നിനോടാണ് ട്രാൻസാക്ഷൻസ് നടത്തുന്നതൊക്കെ അല്ലേ. Men and women are different. We have different hormones and different sexual organs and different biological abilities. Women can have babies, men cannot. അപ്പം മെൻ ആൻഡ് വുമൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് എന്നാണ് പറയുന്നത്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോർമോൺസ് ആണ്, ഡിഫറെൻറ്റ് സെക്ഷൽ ഓർഗൻസ് ആണ്, ഡിഫറെൻറ്റ് ബയോളജിക്കൽ എബിലിറ്റീസ് ആണ്. അതായത് വുമണിന് മാത്രമേ ബേബീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ, മെന്നിന് അത് കഴിയില്ല. മെൻ ഹാവ് മോർ ടെസ്റ്റോസ്റ്ററോൺ ആൻഡ് ആർ ഇൻ ജനറൽ ഫിസിക്കലി സ്ട്രോങ്ങർ ദാൻ വുമൻ. അതായത് മെന്നാണ് ഫിസിക്കലി സ്ട്രോങ്ങർ ദാൻ വുമൻ, വുമനേക്കാൾ സ്ട്രോങ്ങർ ആയിട്ടുള്ളത്. ദർ ആർ സ്ലൈറ്റ്ലി മോർ വുമൻ ദാൻ മെൻ ഇൻ ദ വേൾഡ്. 52% ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ ഈസ് ഫീമെയിൽ, ബട്ട് മോസ്റ്റ് ഓഫ് ദ പൊസിഷൻസ് ഓഫ് പവർ ആൻഡ് പ്രസ്റ്റീജ് ആർ ഓക്കുപ്പൈഡ് ബൈ മെൻ. അത് നമ്മൾ ലോകം എടുത്തു കഴിഞ്ഞാൽ 52% വേൾഡ് പോപ്പുലേഷൻ്റെ 52% എന്ന് പറയുന്നത് ഫീമെയിലാണ്. പക്ഷേ പവറൊക്കെ ആർക്കാണ്? മെന്നിനാണ്. ഏതൊരു ഒരു പവർ പൊസിഷനിലും ഇരിക്കുന്നത് മെന്നാണ് എന്നാണ് പറയുന്നത്. ലൈറ്റ് കെനിയൻ നോബൽ പീസ് ലോറേറ്റ് വെൻഗാരി മാത്തേ പുട്ട് ഇറ്റ് simply and well when she said, the higher you go, the fewer women there are. അതായത് ഒരു കെനിയൻ നൊബേൽ പീസ് ലോറേറ്റ് ഉണ്ടായിരുന്നു, വെങ്കാരി മാത്തേ എന്ന് പറഞ്ഞിട്ട്. അത് പറഞ്ഞിട്ടുള്ളത് ഷി സെഡ് ദ ഹയർ യു ഗോ ദ ഫ്യൂവർ വുമൻ ദർ ആർ. അതായത് നമ്മൾ ഹയറിലേക്ക് പോകുന്തോറും ഫ്യൂവർ വുമണിനെ നമുക്ക് കാണാൻ കഴിയും. ഹയർ പൊസിഷനിലൊക്കെ ആര് കൈയടക്കിയിട്ടുണ്ടാവും? മെന്ന് കൈയടക്കിയിട്ടുണ്ടാവും. അവിടെ ഫ്യൂവർ വുമൺ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. In the recent US elections, we kept hearing of the Ledbetter law, and if we go beyond that nicely alliterative name, it was really about this. In the US, a man and a woman are doing the same job with the same qualification, and the man is paid more because he is a man. അതായത് US ഇലക്ഷനൊക്കെ നടന്ന സമയത്ത് അതായത് ഈ ഒരു മാൻ ആൻഡ് വുമൺ സെയിം ജോബും അവർക്ക് സെയിം ക്വാളിഫിക്കേഷനും ആയിരിക്കും. പക്ഷേ ഈ ഒരു മാനിന് വുമണിനേക്കാൾ കൂടുതൽ എന്ത് കിട്ടുന്നുണ്ട്? വേജ് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഈക്വൽ ജോബ്, ഈക്വൽ ക്വാളിഫിക്കേഷൻ, പക്ഷേ വേജ് കൂടുതൽ കിട്ടുന്നത് ആർക്കാണ്? മെന്നിനാണ് എന്നാണ് പറയുന്നത്. സോ ഇൻ ലിറ്റിൽ വേ മെൻ റൂൾ ദ വേൾഡ്. ദിസ് മെയ്ഡ് സെൻസ് 1000 years ago because human beings lived then in a world in which physical strength was the most important attribute for survival. അതായത് മെന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ വേൾഡ് റൂൾ ചെയ്യുന്നത്. അതായത് ഈ ഒരു സെൻസ് വന്നിട്ടുള്ളത് ഹ്യൂമൻ ബീങ്സ്, അതായത് മനുഷ്യന്മാരിൽ ഫിസിക്കൽ സ്ട്രെങ്ത് കൂടുതലുള്ളത് മറ്റേ മെന്നിനാണ്. അതുകൊണ്ട് തന്നെ സർവൈവൽ ചെയ്യാൻ മെന്ന് വേണമെന്നാണ് പറയുന്നത്. ടുഡേ വി ലിവ് ഇൻ വാസ്റ്റ്ലി ഡിഫറെൻറ്റ് വേൾഡ്. പക്ഷേ അത് ഒരുപാട് മുന്നേ 1000 years ago അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. അതായത് മെന്നാണ് വേൾഡ് റൂൾ ചെയ്തിരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അവരാണ് സ്ട്രോങ്ങർ വുമണിനേക്കാളും. അവ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാണ് വേണ്ടത്, ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് വേണ്ടത്. പക്ഷേ ടുഡേ വി ലിവ് ഇൻ എ വാസ്റ്റ്ലി ഡിഫറെൻറ്റ് വേൾഡ്. പക്ഷേ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഡിഫറെൻറ്റ് വേൾഡിലാണ്. ദ പേഴ്സൺ മോർ ക്വാളിഫൈഡ് ടു ലീഡ് ഈസ് നോട്ട് ദ ഫിസിക്കലി സ്ട്രോങ്ങർ പേഴ്സൺ. It is the more intelligent, the more knowledgeable, the more creative, more innovative, and there are no hormones for those attributes. അതായത് ഇന്നത്തെ വേൾഡിൽ എന്താ വേണ്ടത്?
സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല വേണ്ടത്, ഫിസിക്കലി സ്ട്രോങ്ങർ പേഴ്സൺ അല്ല വേണ്ടത്. മോർ ഇൻ്റലിജൻറ്റ്, മോർ നോളജബിൾ, മോർ ക്രിയേറ്റീവ്, മോർ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആളുകളെയാണ് വേണ്ടത് അല്ലേ. മോർ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോർ ഇൻ്റലിജൻറ്റ്, മോർ നോളജബിൾ, മോർ ക്രിയേറ്റീവ്, മോർ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആളുകളെയാണ് ഇന്നത്തെ കാലത്ത് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ ഇന്നത്തെ വേൾഡ് ആവശ്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. എ മാൻ ഈസ് ലൈക്ലി ആസ് എ വുമൻ ടു ബി ഇൻ്റലിജൻറ്റ്, ഇന്നോവേറ്റീവ്, ക്രിയേറ്റീവ്. വി ഹാവ് ഇവോൾവ് ബട്ട് അവർ ഐഡിയാസ് ഓഫ് ജെൻഡർ ഹാവ് നോട്ട് ഇവോൾവ് വെരി മച്ച്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പുരുഷൻ്റെ ഒപ്പം തന്നെ ഒരു സ്ത്രീയും എന്താണ്, മോർ ഇൻ്റലിജൻ്റ് ആണ്, മോർ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ്, മോർ ഇന്നോവേറ്റീവ് ആണ്, ക്രിയേറ്റീവ് ആണ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ബട്ട് അവർ ഐഡിയാസ് ഓഫ് ജെൻഡർ ഹാവ് നോട്ട് ഇവോൾവ് വെരി മച്ച്. പക്ഷേ ജെൻഡർ എന്നുള്ള ആ ഒരു ഐഡിയ അതിൽ ഇപ്പോഴും നമ്മൾ പിറകിലാണ്. ഇപ്പോഴും നമുക്ക് അതിനെക്കുറിച്ചിട്ടൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.